സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 35ഓളം പാമ്പുകൾ, അതായത് ഉഗ്രവിഷമുള്ളതും അതുപോലെ നേരിയ തോതിൽ വിഷമുള്ളതുമായിട്ടുള്ള പാമ്പിൻ്റെ എണ്ണം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 35ഓളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊരു 10ഓളം നല്ല ഉഗ്രവിഷമുള്ളതാണ്. അപ്പം ഈ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ, അപ്പം എല്ലാ പാമ്പും വിഷമുള്ളതാണെന്നില്ല. അപ്പം ഒരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അത് വിഷമുള്ള പാമ്പാവാം, അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പാവാം. അപ്പം വിഷം ഉള്ള പാമ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് നേരിയ തോതിലാവാം, അല്ലെങ്കിൽ നല്ല കഠിനമായിട്ടുള്ള വിഷമുള്ളതാവാം. അപ്പം എങ്ങനെ നമുക്ക് ഈ പാമ്പുകളെ തിരിച്ചറിയാം, വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും? കുറച്ച് പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം. അതായത് ഇന്നതൊക്കെയാണ്, ഇന്ന പാമ്പ് ഇത് ഇന്ന വിഷമുള്ളതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ വിഷം ഏത് വിഷമായി കഴിഞ്ഞാലും കടിച്ചു കഴിഞ്ഞാൽ ചില സിംറ്റംസ് കോമൺ ആണ്. അതായത് ഛർദി, അതുപോലെ കടിച്ച ഭാഗത്ത് നീര് പൊന്തിയിട്ട്, അല്ലെങ്കിൽ കടിച്ച ഭാഗത്ത് ഈ അവിടുത്തെ സ്കിന്നിൻ്റെ കളറ് മാറും. ഒന്നെങ്കിൽ വളരെ റെഡ് കളറാവാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറാവാം. ഇനി അവിടെ നിന്ന് ചിലപ്പോൾ ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കട്ട പിടിക്കാം, കല്ലിച്ച പോലെ ഉണ്ടാവാം ഈ കടിച്ച ഭാഗത്ത്. അതുമല്ലെങ്കിൽ ഇനി നമുക്ക് വളരെ വലിയ പെയിൻ ഉണ്ടാവും അവിടെ. അപ്പം ഇതൊക്കെ നമുക്ക് ഏതിലും കാണാൻ വേണ്ടി പറ്റുന്ന ലക്ഷണങ്ങളാണ്, ഏതൊരു പാമ്പടിയായിട്ട് തന്നെയും. അതുപോലെ കണ്ണ് മഞ്ഞളിക്കുക, കണ്ണ് വളരെയധികം വളരെ നേര് വക്കിൽ നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റും. കണ്ണിൻ്റെ കാഴ്ച മങ്ങുക, അതൊക്കെ നമുക്ക് ഇതുപോലെ ശ്വസിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ഏതൊരു വിഷമുള്ള പാമ്പ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ കുറച്ച് കഠിന വിഷമുള്ള പാമ്പാണ് നമ്മളെ കടിച്ചതെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ വിഷം നമുക്ക് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ന്യൂറോടോക്സിക് വിഷവും, ഒന്ന് ഹെമറ്റോക്സിക് വിഷവും. സോ ഈ ന്യൂറോടോക്സിക് വിഷം മെയിൻലി നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ഞരമ്പുകളെയാണ്. ഈ ഹെമറ്റോക്സിക് വിഷം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനെ എഫക്റ്റ് ചെയ്യും. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് അതിൻ്റെ ടൈം കൂട്ടും. അപ്പം ബ്ലഡ് പെട്ടെന്ന് ബ്ലീഡ് ചെയ്ത് പോകും. ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല, ബ്ലഡ് ബ്ലീഡ് ചെയ്ത് പോയി അങ്ങനെ ഷോക്കിലേക്ക് പോയി മരണം സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 തരം ടോക്സിനാണ് നമുക്ക് ഈ ഉഗ്രവിഷമുള്ള പാമ്പുകൾ നമ്മളെ കടിച്ചതിനെ നമുക്ക് കാണിക്കുന്ന ലക്ഷണം. അപ്പോൾ ഇവയെ കടിച്ചതിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ്? അപ്പോൾ ഫസ്റ്റ് ഞാൻ ന്യൂറോടോക്സിനായിട്ടുള്ള ബന്ധപ്പെട്ട് ന്യൂറോടോക്സിക് വിഷമാണ് നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻലി ബ്രെയിനിനെയും നമ്മുടെ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തളർച്ച ബാധിക്കും. നമ്മുടെ ബോഡിയിൽ ഭയങ്കര തളർച്ച ഉണ്ടാവും. അതുപോലെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഡിസ്നിയ, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ട് ഉണ്ടാവും. കാരണം നമ്മുടെ ഡയഫ്രം, നമ്മുടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡയഫ്രം അതിൻ്റെ തളർച്ച സംഭവിക്കുകയും നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ കണ്ണിങ്ങനെ അടഞ്ഞ മാതിരി, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം അടഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് തുറക്കാൻ കഴിയാത്ത അവസ്ഥ, അതും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ സംസാരിക്കാൻ കഴിയില്ല, ഇവിടെ ഉമിനീര് ഇറക്കാൻ പോലും കഴിയില്ല. കാരണം എല്ലാ മസിൽസും പാരലൈസ് ചെയ്തിട്ട്, അതായത് തളർന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവിടുത്തെ സിംറ്റം. ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. സോ പേഷ്യൻറ്റിന് വെന്റിലേഷൻ വളരെയധികം പെട്ടെന്ന് എമർജൻസി ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ പേഷ്യൻറ്റിൻ്റെ നെക്കിലെ മസിൽസ് മൊത്തം തളർന്ന് നെക്ക് ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് ഒരു ബ്രോക്കൺ നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് ഫുള്ളായിട്ട് പൊട്ടി വീണ പോലെ നെക്ക് ഫുള്ളായിട്ട് അപ്പുറത്തേക്ക് കടന്നു വീണിട്ടുണ്ടാവും. ഇത് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. സോ ഇതൊക്കെയാണ് സിംറ്റംസ്. ന്യൂറോടോക്സിക് വിഷമാണ് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഈ ന്യൂറോടോക്സിക് വിഷം ഉണ്ടാവുന്ന സ്നേക്സിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺ കോബ്ര, കിങ് കോബ്ര, അതായത് മുർക്കൻ, അതുപോലെ രാജവെമ്പാല, ക്രേറ്റ് വെള്ളിക്കെട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പം ഇവയുടെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് മൂർഖൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മൂർഖൻ്റെ കടിയേറ്റ് മരിക്കുന്നത് വളരെയധികം കോമൺ ആയിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ
രാജവെമ്പാല ഇവിടെ മുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഡെഡ്ലിയസ്റ്റ് പോയിസൺ ആണ് ഉള്ളതെങ്കിലും ഇവയുടെ കടിയേറ്റ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ റെയറാണ്, കടിയേൽക്കുക വളരെ റെയറാണ്. അതുപോലെ ക്രേറ്റ്, വെള്ളിക്കെട്ടൻ. സോ ഈ കോമൺ ക്രേറ്റാണ് നമുക്ക് അധികം കാണാൻ വേണ്ടി പറ്റുക. അതായത് ബ്ലാക്ക് നിറത്തിൽ വൈറ്റായിട്ട് നമുക്ക് ലൈൻസ് സർക്കിളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്, അതിന് നമ്മൾ ക്രേറ്റ് എന്ന് പറയുന്നത്. ഈ ക്രേറ്റിൻ്റെ കടി വളരെയധികം, ക്രേറ്റ് എന്ന് പറയുന്നത് കടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പാമ്പ് കടി ഏറ്റി നിന്ന് ഹിസ്റ്ററി ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഷ്യൻറ്റിന് അറിയില്ല, അതായത് കടിച്ച ആൾക്ക് അറിയില്ല പാമ്പ് കടിച്ചിട്ടാണ് അയാൾക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന്. അങ്ങനെ അറിയില്ലെങ്കിൽ ഇത് പാമ്പ് കടിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നാമത് കടിച്ച ഒരു പാട് പോലും അങ്ങനെ നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി കഴിയില്ല. അതുപോലെ ഇനീഷ്യലി കാണിക്കുന്ന സിംറ്റംസ് ഛർദി, അതുപോലെ വയറുവേദന, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും കാണിക്കുക. ഗ്രാജുവലി അതിൻ്റെ ടോക്സിൻ്റെ എഫക്റ്റ് കാണിക്കുകയാണ് ചെയ്യുക. അതായത് കണ്ണടഞ്ഞു പോവുക, എല്ലാം ശരീരം തളർന്നു പോവുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. സോ ഇതൊക്കെ ലാസ്റ്റ് ഇങ്ങനെ കാണിച്ചു തുടങ്ങും. അപ്പോഴേക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അവിടത്തേക്ക് എത്താന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ കടിച്ച് അറിയില്ല, ഗ്രാജുവലി പേഷ്യൻ്റ് വേഴ്സനായിട്ട് പിന്നീട് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം അതാണ് ക്രേറ്റിൻ്റെ ഒരു പ്രത്യേകത. കടിച്ചത് അറിയില്ല, ഒരു വേദന, കടിക്കുന്നതിന് ഒരു വേദന ഉണ്ടാവില്ല, ഒരു കടിച്ചതിൻ്റെ മാർക്കിംഗ് ഉണ്ടാവില്ല. ഈവൻ ഡോക്ടേഴ്സിന് പോലും എന്താണ് റീസൺ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ ഈ കോമൺ കോബ്ര ക്രേറ്റും, ഇത് രണ്ടും നമുക്ക് ബിഗ് ഫോർ സ്നേക്സ് ലിസ്റ്റിൻ്റെ വരുന്ന രണ്ട് പേരുകളാണ്. കോമൺ കാരണം ഇവയുടെ കടികൾ വളരെ പോയ്സൺ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവയുടെ കടിയേറ്റ് മരിക്കുന്നതിൻ്റെ എണ്ണവും വളരെ ഹൈ ആണ്. അതുകൊണ്ട് അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂറോടോക്സിക് വിഷം റിലേറ്റഡ് ആയിരിക്കുന്ന സ്നേക്സിനെ കുറിച്ച് അറിയേണ്ടത്. പിന്നെ വരുന്നതാണ് ഹെമറ്റോക്സിൻ വിഷമുള്ള പാമ്പുകൾ. അപ്പം ഈ ഹെമറ്റോക്സിൻ, അതുപോലെ വേറൊരു കാര്യം, ഈ ന്യൂറോടോക്സിൻ വിഷമുള്ള ഈ പാമ്പിൻ്റെ ഈ ക്രേറ്റ് നല്ല വിഷമുള്ളതാണ്. ഈ ക്രേറ്റിനെ പോലെ തന്നെ വേറൊരു വിഷമില്ലാത്ത പാമ്പുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ചുമർപ്പാമ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചുരുട്ട, വോൾഫ് സ്നേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ഒരു പാമ്പ് വിഷമില്ല, പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ കോമൺ ക്രേറ്റിനെ കാണുന്നത് പോലെ തന്നെയുള്ളൊരു എപ്പിയറൻസ് ആണ് ഇത്. അതായത് ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് വരുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കോമൺ ക്രേറ്റിന് അവയുടെ തല ഉരുണ്ടതായിരിക്കും. പക്ഷേ നമ്മുടെ വോൾഫ് സ്നേക്ക് അല്ലെങ്കിൽ ചുരുട്ട് എന്നറിയപ്പെടുന്ന വിഷമില്ലാത്ത പാമ്പിൻ്റെ തല ഒരു ത്രികോണം മാത്രമായിരിക്കും. അതുപോലെ ഇവയുടെ ലൈന്, ചുരുട്ടയുടെ വൈറ്റ് ലൈൻ കുറച്ചും കൂടി തിക്കായിരിക്കും. പിന്നെ അവയുടെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവയുടെ ശരീരം ഉരുണ്ടതായിരിക്കും. എന്നാൽ കോമൺ ക്രേറ്റിൻ്റെ ശരീരം ഒരു ത്രികോണം മാതിരിയായിരിക്കും. സോ ഇതൊക്കെ ഒരു മനസ്സിലാക്കി വെക്കുക. കാരണം വിഷമുള്ളത് ഏത്, വിഷമില്ലാത്തത് ഏതെന്ന് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമായിരിക്കും. പിന്നീട് വരുന്നത് ഹെമറ്റോക്സിൻ്റെ റിലേറ്റഡ് ആയിരിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ്. അപ്പോൾ ഇവ നമ്മുടെ ബ്ലഡിനെയാണ് എഫക്റ്റ് ചെയ്യുക. അതെന്ത്, നമുക്ക് ഛർദി ഉണ്ടാകും. മറ്റ് നേരിയ വിഷമുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന സിംറ്റംസും കാണാൻ വേണ്ടി പറ്റും. അതായത് ഛർദി കാണാൻ വേണ്ടി പറ്റും, നമുക്ക് പെയിന്, ബോഡിയിൽ ഭയങ്കര പെയിന്, അതുപോലെ കടിച്ച ഭാഗത്ത് പൊന്തി നിൽക്കുക, കടിച്ച ഭാഗത്ത് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കടിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ബ്ലീഡിങ് നിർത്താതെ പോയിക്കൊണ്ട് നിൽക്കും. ഈവൻ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ഓർഗൻസിലും ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ മൂക്കിൽ നിന്നും രക്തം വരാം, വായിൽ നിന്നും രക്തം വരാം. അതുപോലെ നമ്മുടെ ഉള്ളിലിങ്ങനെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൈപ്പോവോളിമിക് ഷോക്ക്, അതായത് ബ്ലഡ് ലോസ് കാരണം ഉണ്ടാകുന്ന ഒരു ഷോക്ക്, അത്തരം ഒരു ഷോക്കിലേക്ക് പേഷ്യൻറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതുപോലെ മറ്റ് സിംറ്റംസ് എന്ന് പറഞ്ഞത് നമുക്ക് അതെല്ലാം ഹെഡ്, അതായത് തലവേദന ഉണ്ടാവും, അതുപോലെ തല കറക്കം. ഇവ നമുക്ക് ന്യൂറോടോക്സിൻ വിഷമാണെങ്കിൽ ഏതൊരു വിഷമുള്ള പാമ്പാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി വരുന്ന ചില സിംറ്റംസാണ് തലവേദന, അതുപോലെ ചുറ്റുമുള്ളതും കറങ്ങുന്നത് പോലെ ഒരു ഫീലിംഗ്, നമ്മൾ തളർന്നങ്ങ് വീഴുക,
ഫെയിൻറ്റ് ചെയ്യുക, എല്ലാം ഇതൊക്കെ നമുക്ക് ഏതൊരു വിഷമം. പക്ഷെ അതർ ദാൻ ദാറ്റ് നമുക്ക് കാണുന്ന ന്യൂറോടോക്സിക്കിലും ഹെമറ്റോക്സിക്കിലും കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഈ ഹെമറ്റോക്സിക്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റുസെൽ വൈപ്പേഴ്സ്, ഈ അണലീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ പല്ലുകൾ വളരെ വലിയ പല്ലുകളാണ്. അപ്പം ഇവയെ കടിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ പെയിനോട് നമുക്ക് നല്ല പെയിൻ ഉണ്ടാകും ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ. അതും മാത്രമല്ല അവയുടെ പല്ലുകൾ വായ് ക്ലോസ് ചെയ്യുന്ന സമയം, മൗത്ത് ക്ലോസ് ചെയ്യുന്ന സമയം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടായിരിക്കും പല്ല് കുത്തുന്നുണ്ടാവും. ഇവ ബൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം ഇതിങ്ങനെ നാനങ്ങ് കൊത്താണ് ചെയ്യുക. അന്നേരം മാത്രമേ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ പല്ലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയാണ് അവ കുത്തുക, ഒരു ആർക്ക് പോലെ. അതായത് ഈ കൊത്തിയ ഭാഗത്ത് ചിലപ്പോൾ അങ്ങ് ആയത്തിൽ പോയി നിന്ന് കുറച്ചും കൂടി സ്കിന്ന് കീറി വെക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ആയത്തിലുള്ള മുറിവായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ നല്ലോണം ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ അതുമാത്രമല്ല ഇവയുടെ അണലി രണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന റുസെൽസ് വൈപ്പർ, സോസ്കേൽഡ് വൈപ്പർ, ഹംനോസ്ഡ് വൈപ്പർ, അതുപോലെ മലബാർ പിറ്റ് വൈപ്പർ, അങ്ങനെ നമുക്ക് ഒരുപാട് അണലി കാണാൻ വേണ്ടി പറ്റും. ഇതിൽ മെയിനായിട്ടുള്ള രണ്ടെണ്ണം റുസെൽസ് വൈപ്പറും അതുപോലെ തന്നെ സോസ്കേൽഡ് വൈപ്പറും. ഇവ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ടെണ്ണം ഓൾറെഡി മെൻഷൻ ചെയ്തു, കോമൺ കോബ്ര അതുപോലെ കോമൺ ക്രേറ്റ്. അതുപോലെ തന്നെ റുസെൽസ് വൈപ്പറും സോസ്കേൽഡ് വൈപ്പറും ബിഗ് ഫോർ സ്നേക്സ് ലിസ്റ്റിൽ വരുന്ന ഇത് നാലും കൂടിയാണ് ബിഗ് ഫോർ സ്നേക്സ് ലിസ്റ്റിൽ വരുന്നത്. ഈ സോസ്കേൽഡ് വൈപ്പർ, അതായത് മറ്റൊരു പേരാണ് സോസ്കേൽഡ് വൈപ്പറിൻ്റെ മറ്റൊരു പേര് ചെങ്കൽ ചൂള. അതായത് ഈ ചെങ്കൽ പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു പാമ്പിനെ കൂടുതലായിട്ട്, ചൂടുള്ള പ്രദേശങ്ങളാണ് ഈ പാമ്പിനെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. യൂഷ്വലി കേരളത്തിൽ കാണുന്നത് വളരെ കുറവാണ്. എന്നാൽ കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ഇതിനേക്കാളും കുറച്ച് വിഷം കുറവാണ്, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹംനോസ്ഡ് വൈപ്പർ. അതിൻ്റെ മൂക്ക് കുറച്ച് കൊക്ക് മാതിരിയാണ്, അതുകൊണ്ട് ഹംനോസ്ഡ് വൈപ്പർ. അവയും അതായത് ഹെമറ്റോക്സിൻ ആയിട്ടുള്ള അണലി തന്നെയാണ്, അണലിൻ്റെ വിഭാഗത്തിൽപ്പെട്ടാണ്. ഹെമറ്റോക്സിൻ വിഷം തന്നെയാണ് അതും ഉത്പാദിപ്പിക്കുന്നത്. അതുപോലെ അത് ഹംനോസ്ഡ് വൈപ്പർ. പിന്നെ മറ്റു ചില മലബാർ പിറ്റ് വൈപ്പർ, അങ്ങനെയുള്ള അതും ഒരു അണലിൻ്റെ വിഭാഗം തന്നെ, അണലിൻ്റെ വംശത്തിൽപ്പെട്ട. ഈ ഹെമറ്റോക്സിൻ അവയ്ക്ക് കിഡ്നി ഫെയിലർ കൂടി വരുത്താൻ വേണ്ടി പറ്റും. അതായത് കിഡ്നി ഫെയിലറോ നമ്മുടെ കരളിന് പ്രശ്നം വരുത്തും ഈ ഹെമറ്റോക്സിന്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ മെയിൻലി ഇത്തരം പേഷ്യൻസ്, അതായത് ഹെമറ്റോക്സിൻ ബൈറ്റ് ആയിട്ട് മരിക്കുന്ന പേഷ്യൻസ് ഷോക്ക് കാരണമാണ് മെയിൻലി മരിക്കുന്നത്. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം, അതല്ലെങ്കിൽ വാസോ കൺസ്ട്രിക്ടർ, അതായത് എഡ്രിനാലിൻ പോലെയുള്ള ഇഞ്ചക്ഷൻസ്, ആൻറ്റി സ്നേക്ക് വെനം മെയിൻലി. ഇപ്പോൾ ഈ ഏതൊരു സ്നേക്ക് കടിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും കൂടെ, എസ്പെഷ്യലി ഈ 4 സ്നേക്സ്, ഈ മെൻഷൻ ചെയ്ത 4 സ്നേക്സിനും എല്ലാത്തിനും കൂടി ഒരു സ്നേക്ക് വെനം മാത്രമേ ഉള്ളൂ, ആൻറ്റി സ്നേക്ക് വെനം. ഈ ഒരു സ്നേക്ക് വെനം മാത്രമാണ് ഇന്ത്യയിൽ എല്ലാ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ ബേക്കിലൂടെ പോയി നമ്മളെ കടിച്ച പാമ്പ് ഏതാണെന്ന് നോക്കിയില്ലെങ്കിൽ അതിനെ തല്ലിക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാലും ഏത് പാമ്പ് അതിൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാലും നമുക്ക് ഒരു സ്നേക്ക് വെനം മാത്രമേ ഉള്ളൂ, ആൻറ്റി സ്നേക്ക് വെനം മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. അതുപോലെ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, കുറച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് മെൻഷൻ ചെയ്യാം. സോ അതിൻ്റെ ഫോട്ടോസ് കുറച്ച് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് റുസെൽസ് വൈപ്പർ. ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു മേലെ ചെയിൻ മാതിരി ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇത് സോസ്കേൽഡ് വൈപ്പർ. ഈ സോസ്കേൽഡ് വൈപ്പർ അധികം നമുക്ക് ഇതൊരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കും ഇവയുടെ ശരീരം മരിച്ചുകൊണ്ട്. സോ ഇതാണ് സോസ്കേൽഡ്. ഇവയും അണലി വിഭാഗത്തിൽപ്പെടുന്നത്. ഇത് ഹംനോസ്ഡ് വൈപ്പർ. യു ക്യാൻ സി മൂക്ക് കോണിട്ട് ഒരു ഹമ്പ് മാതിരി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നതാണ് മലബാർ പിറ്റ് വൈപ്പർ, അതായത് പിറ്റ്. ഈ ഹംനോസ്ഡ് വൈപ്പറും മലബാർ പിറ്റ് വൈപ്പറും പിറ്റ് വൈപ്പേഴ്സിൻ്റെ വംശത്തിൽപ്പെട്ട, അതായത് അവയുടെ മൂക്കിനും അതുപോലെ കണ്ണിനും ഇടയിൽ ഒരു പിറ്റ് ഉണ്ട്. എന്നാൽ റുസെൽസും സോസ്കേൽഡ് വൈപ്പറിനും നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഒരു പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ലക്ഷണങ്ങൾ. അതുപോലെ ഏതൊക്കെ പാമ്പാണ് വിഷമുള്ള, ന്യൂറോടോക്സിക് വിഷമുള്ളത്, അതിൻ്റെ ഫോട്ടോസും കാണിച്ചിരുന്നു. അതുപോലെ ഹെമറ്റോക്സിക് വിഷമുള്ളത്, അതിൻ്റെ ഫോട്ടോസും കാണിച്ചിരുന്നു. സോ ഇതിൻ്റെ പ്രിവെൻഷൻ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. സോ അതൊരു വീഡിയോ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു.